കണ്ണൂർ കനകമലയിൽ 5 പേർ NIA കസ്റ്റഡിയിൽ. ഇവർക്ക് IS ബന്ധമുള്ളതായി സൂചന. ജോഷ്ല ചേരുന്നു. ജോഷ്ല, എപ്പോഴാണ് ഇവർ കസ്റ്റഡിയിലായത്? വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ കൂടി. ധന്യ, അല്പസമയം മുൻപാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. NIA ഓഫീസർ അനുരാഗ് സംഘിന്റെ നേതൃത്വത്തിലുള്ള NIA സംഘമാണ് കനകമലയിലെത്തിയത്. 8 പേരടങ്ങുന്ന ഭീകരരുടെ സംഘം ഇന്ന് കനകമലയിൽ എത്തിയതായി റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്നാണ് NIA സംഘം എത്തിയത്. മാത്രമല്ല, കനകമല ഒരു പരിശീലന കേന്ദ്രമാക്കി മാറ്റുന്നു എന്നുള്ള വിവരവും അറിഞ്ഞതിനെ തുടർന്നാണ് സംഘം എത്തിയത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ സംഘത്തിൽ 3 പേർ രക്ഷപ്പെട്ടതായും 5 പേരെ കസ്റ്റഡിയിലെടുത്തതായുമാണ് വിവരം ലഭിച്ചത്. കസ്റ്റഡിയിലെടുത്തവരെ എറണാകുളം NIA ഓഫീസിലേക്ക് കൊണ്ടുപോയി. പാനൂർ പോലീസും NIAയും കനകമല വളഞ്ഞിരുന്നു. മാത്രമല്ല, ഈ 8 പേർക്കും IS ബന്ധമുള്ളതായും സംശയിക്കുന്നുണ്ട്. സംഭവം അറിഞ്ഞ് നൂറുകണക്കിന് ആളുകളാണ് കനകമലയിലേക്ക് എത്തിയത്. ധന്യ. പി ജോഷ്ലയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ത്യ മറ്റൊരു രാജ്യത്തിന്റെയും മണ്ണ് ആഗ്രഹിക്കുന്നില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമാധാനത്തിനായി അവസാന നിമിഷം വരെ ശ്രമിക്കുമെന്ന പാകിസ്ഥാന്റെ പേരെടുത്തു പറയാതെ പ്രധാനമന്ത്രി വ്യക്തമാക്കി. അതേസമയം ഇന്ത്യ മിന്നലാക്രമണം നടത്തിയിട്ടില്ലെന്ന നിലപാടുമായി പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയെ സമീപിച്ചു. അതിർത്തിക്കിപ്പുറം നിന്ന് ആക്രമണം നടത്തി UN-ന്റെ സമാധാന പ്രശ്നങ്ങൾ ഇന്ത്യ ലംഘിക്കുന്നുവെന്നും അടിയന്തരമായി UN ഇടപെടണമെന്നും പാകിസ്ഥാൻ വീണ്ടും ആവശ്യപ്പെട്ടു. കാശ്മീർ സന്ദർശിച്ച കരസേനാ മേധാവി നിയന്ത്രണ രേഖയിലെ സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ ധരിപ്പിച്ചു. ദില്ലിയിൽ പ്രവാസി സമ്മേളനത്തിൽ പങ്കെടുക്കവെയാണ് പാകിസ്ഥാന്റെ പേരെടുത്തു പറയാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലപാട് വ്യക്തമാക്കിയത്. ഇന്ത്യ മറ്റൊരു രാജ്യത്തിന്റെ മണ്ണ് ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി സമാധാനത്തിനായി അവസാന നിമിഷം വരെ ശ്രമിക്കുമെന്നും പാകിസ്ഥാന്റെ പേരെടുത്തു പറയാതെ വ്യക്തമാക്കി. അതേസമയം ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ വീണ്ടും ഐക്യരാഷ്ട്രസഭയെ സമീപിച്ചു. ഇന്ത്യയുടെ പോരാട്ടം പാകിസ്ഥാനെതിരെയല്ല, ഭീകരവാദത്തിന് നേരെയാണെന്ന് UN-ൽ ഇന്ത്യ ബോധിപ്പിച്ചതിന് പിന്നാലെയായിരുന്നു ഇന്ത്യ സമാധാന ശ്രമങ്ങൾ ലംഘിക്കുന്നുവെന്നാരോപിച്ച് പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയെ സമീപിച്ചത്. ഇന്ത്യ മിന്നലാക്രമണം നടത്തിയിട്ടില്ലെന്നാണ് പാകിസ്ഥാൻ UN മുമ്പാകെ ബോധിപ്പിച്ചത്. അതിർത്തിക്കപ്പുറം നിന്ന് ഇന്ത്യ പാകിസ്ഥാന് നേരെ ആക്രമണം നടത്തി സമാധാന ശ്രമങ്ങൾ ലംഘിക്കുകയാണെന്നും അതിനാൽ UN രക്ഷാസമിതി അടിയന്തരമായി ഇടപെടണമെന്നും പാകിസ്ഥാൻ വീണ്ടും ആവശ്യപ്പെട്ടു. നേരത്തെ മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന ഐക്യരാഷ്ട്രസഭയുടെ നിലപാട് ഇന്ത്യ തള്ളിയിരുന്നു. അതേസമയം ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാൻ നടത്തുന്ന നീക്കങ്ങൾക്ക് പിന്തുണ ലഭിച്ചിട്ടില്ലെന്ന് ഇന്ത്യ അറിയിച്ചു. ഇന്ത്യക്കെതിരെയുള്ള തിരിച്ചടിക്ക് പാകിസ്ഥാൻ ഒരുങ്ങുന്നുവെന്ന രഹസ്യാന്വേഷണ മുന്നറിയിപ്പിന്മേൽ രാജ്യത്തെ സുപ്രധാന നഗരങ്ങൾ അതീവ ജാഗ്രതയിലാണ്. ഗുജറാത്ത് മുതൽ ജമ്മു വരെയുള്ള അതിർത്തി മേഖലയിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ ഗ്രാമീണരെ നേരത്തെ തന്നെ ഒഴിപ്പിച്ചിരുന്നു. കാശ്മീർ സന്ദർശിച്ച കരസേനാ മേധാവി ദൽബീർ സിംഗ് നിയന്ത്രണ രേഖയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയുള്ള റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകി. ഓരോ മണിക്കൂറും സ്ഥിതിഗതികൾ വിലയിരുത്തിയുള്ള റിപ്പോർട്ട് അതത് ഉദ്യോഗസ്ഥർ സേനാ മേധാവികൾക്ക് നൽകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. സ്വാശ്രയ സമരം ഒത്തുതീർപ്പാക്കണമെന്ന് VS അച്യുതാനന്ദൻ. സമരത്തോടുള്ള സർക്കാർ സമീപനം തെറ്റെന്ന് VS തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. സ്വാശ്രയ സമരം ഒത്തുതീർപ്പാക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുകയാണല്ലോ. നിരാഹാര സമരം ഇപ്പോൾ 3-ാം ദിവസത്തേക്ക് കടന്നു. സർക്കാരിന്റെ നയം ശരിയാണോ? ഇത് ശരിയല്ല, വളരെ തെറ്റാണ്. സമരം ഒത്തുതീർപ്പാക്കണമെന്നാണോ? തന്നെ സമരം ഒത്തുതീർപ്പാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. വണ്ടി സ്വാശ്രയ വിഷയത്തിൽ സർക്കാർ നിലപാട് ശരിയാണെന്ന് വ്യവസായ മന്ത്രി EP ജയരാജൻ. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് സർക്കാരിനെ കുറ്റപ്പെടുത്താനാകില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. മാനേജ്മെന്റുകളുടെ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്ന സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രതിപക്ഷം നടത്തുന്ന സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്നും സമരം സംബന്ധിച്ച VS-ന്റെ പ്രസ്താവന എന്തുകൊണ്ടെന്ന് അറിയില്ലെന്നും DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് MB രാജേഷ് MP. DYFI അഖിലേന്ത്യാ സമ്മേളനം ഫെബ്രുവരി 2 മുതൽ 5 വരെ എറണാകുളത്ത് നടക്കുമെന്ന് MB രാജേഷ് പറഞ്ഞു. 5 കോടി യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ BJP സർക്കാർ അവരെ വഞ്ചിച്ചിരിക്കുകയാണെന്നും രാജേഷ് ചൂണ്ടിക്കാട്ടി. അല്പം മുമ്പ് ഞങ്ങളും ആ വിഷ്വൽ TV-യിൽ കാണുകയുണ്ടായി. സത്യത്തിൽ ഞാൻ അമ്പരന്ന് പോയി. എന്തുദ്ദേശിച്ചാണ് അത് അങ്ങനെ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. അഖിലേന്ത്യാ സമ്മേളനം 2017 ഫെബ്രുവരി 2 മുതൽ 5 വരെ എറണാകുളത്ത് വെച്ച് നടക്കും. ചുരുങ്ങിയത് 20% വനിതകളായിരിക്കണം, യുവതികളായിരിക്കണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ഈ സമ്മേളനം വർഗീയതയ്ക്കും തൊഴിലില്ലായ്മ രൂക്ഷമാക്കുന്ന സാമ്പത്തിക നയങ്ങൾക്കും എതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യും. ആ പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെടുത്താനുള്ള തീരുമാനങ്ങൾ എടുക്കും.
സുപ്രീം കോടതി അംഗീകരിച്ച കരാർ റദ്ദാക്കൽ അസാധ്യമെന്ന് ഫസൽ ഗഫൂർ. ഈ വിഷയം BSന്റെ ശ്രദ്ധയിൽപ്പെട്ടുകാണില്ല. അഡ്മിഷൻ അവസാനിച്ചിരിക്കെ പ്രതിപക്ഷ നിലപാട് അപ്രായോഗികമെന്നും ഫസൽ ഗഫൂർ പ്രതികരിച്ചു. ഇപ്പോൾ ഫസൽ ഗഫൂർ തന്നെ ടെലിഫോണിൽ ചേരുന്നു. ശ്രീ ഫസൽ ഗഫൂർ, താങ്കളുടെ പ്രതികരണം കൂടി. നമ്മുടെ സുപ്രീം കോടതിയിൽ പോയിട്ട് കേരള ഗവൺമെന്റും മാനേജ്മെന്റുകളൊക്കെ കേസായിട്ട് പോയിട്ട് സുപ്രീം കോടതി അംഗീകരിച്ച് ഡേറ്റ് ഫിക്സ് ചെയ്ത് അഡ്മിഷൻ കഴിഞ്ഞിട്ടുള്ളതാണ്. കുട്ടികളൊക്കെ ജോയിൻ ചെയ്ത് ക്ലാസ്സും തുടങ്ങിക്കഴിഞ്ഞു. ഇനി ഒരു റീകൗൺസിൽ കരാർ എങ്ങനെ റദ്ദാക്കും? കരാർ റദ്ദാക്കിയാൽ ഒരു കുട്ടി കേസിന് ഉപയോഗിച്ചാൽ മതി, ഇത് വീണ്ടും കുഴപ്പത്തിലാവും. അതുകൊണ്ട് കരാർ റദ്ദാക്കി വീണ്ടും റീകൗൺസിലിംഗ് നടത്തുക എന്ന് പറയുന്നതിൽ എനിക്ക് അർത്ഥം മനസ്സിലാവുന്നില്ല. ഈ വിഷയം പ്രതിപക്ഷം മനസ്സിലാക്കേണ്ടതാണ്. മറ്റുള്ള വിഷയങ്ങളൊക്കെ ഞങ്ങൾ ഏത് തരത്തിലുള്ള ഒരു ചർച്ചക്കും തയ്യാറാണ്. അതോടൊപ്പം തന്നെ ശ്രീ VS ഈ കാര്യങ്ങൾ പഠിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കാര്യങ്ങൾ പഠിക്കാതെയാണ് അദ്ദേഹം ചുമ്മാ ഒരു ഓഫ് ഹാൻഡ് ആയിട്ട് കാറിലോട്ട് പോണ സമയത്ത് ഒരു കമന്റ് അടിച്ചിട്ടുള്ളത്. ആ കമന്റിന് അത്ര വലിയൊരു പ്രാധാന്യം ഞാൻ കൽപ്പിക്കുന്നില്ല. നന്ദി ശ്രീ ഫസൽ ഗഫൂർ വാർത്തയോട് പ്രതികരിച്ചതിന്. VS അച്യുതാനന്ദനെതിരെ വെള്ളാപ്പള്ളി നടേശൻ. സർക്കാരിന്റെ ശോഭ കെടുത്തുകയാണ് VSന്റെ ലക്ഷ്യമെന്ന് വെള്ളാപ്പള്ളി നടേശൻ കൊല്ലത്ത് പ്രതികരിച്ചു. അത് അങ്ങേയറ്റം പാർട്ടി വിരുദ്ധവും സംഘടനാ വിരുദ്ധവുമാണ്. ഒരു അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനാണെങ്കിൽ അത് പറയേണ്ടതും ചർച്ച ചെയ്യേണ്ടതും പാർട്ടി ഘടകത്തിലാണ്. ആ ഘടകത്തിൽ പറയാതെ അദ്ദേഹം പരസ്യമായി പറഞ്ഞു എങ്കിൽ അത് ശരിയായില്ല എന്നാണ് എന്നെക്കൊണ്ടുള്ള ആളുകൾക്ക് തോന്നുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിനകത്തൊരു കേഡർ സ്വഭാവമുണ്ട്. ആ കേഡർ സ്വഭാവത്തിൽ എനിക്ക് വേണമെങ്കിൽ പറയാം, VSനെ കൊണ്ട് പാർട്ടി മെമ്പർ മാത്രമല്ല, അദ്ദേഹം ഭരണപരിഷ്കാര കമ്മിറ്റിയുടെ ചെയർമാൻ, മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ആദരണീയനായ അദ്ദേഹം സീനിയർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പ്രവർത്തകൻ. അത് ഒരിക്കലും ഇന്നത്തെ ഭരണത്തിന്റെ ശോഭയെ കെടുത്താവുന്ന ഒരു വാക്കുപോലും അദ്ദേഹം പറയാൻ പാടില്ല. സ്വാശ്രയ മെഡിക്കൽ കോളേജ് പ്രവേശന വിഷയത്തിൽ UDF MLAമാർ നിയമസഭയിൽ നടത്തുന്ന നിരാഹാര സമരം 5ാം ദിവസവും തുടരുന്നു. 2 ലീഗ് MLAമാരുടെ അനുഭാവ സമരം തുടരുകയാണ്. നിരാഹാര സമരം ചെയ്തിരുന്ന അനൂപ് ജേക്കബിനെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. പകരം ആര് സമരം തുടരണമെന്നത് തിങ്കളാഴ്ച ചേരുന്ന UDF യോഗത്തിൽ തീരുമാനിക്കും. ചൊവ്വാഴ്ച മുതൽ സമരം സെക്രട്ടേറിയറ്റിലേക്ക് മുന്നിലേക്ക് വ്യാപിപ്പിച്ചേക്കും. സ്വാശ്രയ വിഷയത്തിൽ സർക്കാരിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. സ്വാശ്രയ പ്രശ്നത്തിൽ സർക്കാർ ആവർത്തിച്ച് നിലപാട് വ്യക്തമാക്കിയതോടെ നിരാഹാര സമരം ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന ആശയക്കുഴപ്പത്തിലാണ് പ്രതിപക്ഷം. നിരാഹാര സമരം 4 ദിവസം പിന്നിട്ടിട്ടും തുടർച്ചയായി സഭാ നടപടികൾ സ്തംഭിപ്പിച്ചിട്ടും സർക്കാർ സ്വാശ്രയ കോളേജ് ഫീസ് കുറയ്ക്കാൻ തയ്യാറാകാത്തതാണ് പ്രതിപക്ഷത്തിന്റെ ആശങ്കയ്ക്ക് കാരണം. ഇതിനിടെ സർക്കാരിനെതിരെയുള്ള സമരത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നാളെ UDF യോഗം ചേരും. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ ഫീസ് കുറയ്ക്കണമെന്നും പരിയാരം മെഡിക്കൽ കോളേജിലെ ഫീസ് വിദ്യാർത്ഥികൾക്ക് താങ്ങാവുന്നതാക്കണമെന്നുമുള്ള നിരവധി ആവശ്യങ്ങൾ ഉയർത്തിയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും ഉപാധ്യക്ഷനും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തിയത്. ഈ സമരവുമായി മുന്നോട്ടു പോയെങ്കിലും പോലീസുമായുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ച് നേതാക്കൾക്ക് ഗുഡ് ബൈ പറയേണ്ടി വന്നു. തുടർന്ന് UDF യോഗം ചേർന്ന് MLAമാരെ സമരമുഖത്തിറക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 5 MLAമാരിൽ കോൺഗ്രസിന്റെ 3 പേർ നിരാഹാര സമരവും ലീഗിന്റെ 2 പേർ അനുഭാവ സത്യാഗ്രഹവും തുടങ്ങി. സമരം 4 ദിവസം പിന്നിട്ടിട്ടും സർക്കാർ അനങ്ങുന്നതേയില്ല. കൂടാതെ സഭ തുടങ്ങിയ അന്നു മുതൽ 5 ദിവസവും സ്വാശ്രയ വിഷയത്തിൽ തന്നെ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി സഭ സ്തംഭിപ്പിച്ചിട്ടും വിഷയത്തിൽ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ആവർത്തിച്ച് നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജിലെ ഫീസ് പോലും കുറയ്ക്കുകയില്ലെന്ന് മുഖ്യമന്ത്രി ഒടുവിൽ തീരുമാനമറിയിച്ചതോടെ പ്രതിപക്ഷത്തിന് ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. കൂട്ടുസമരമിരിക്കുന്നവർ മാറുന്നുണ്ടെങ്കിലും നിരാഹാര സമരത്തിൽ ഏർപ്പെട്ടവർ കുടുങ്ങിയിരിക്കുകയാണ്. ഇവരുടെ ആരോഗ്യസ്ഥിതി മോശമായാൽ പിന്നെ പകരം ആരെ ഇരുത്തുമെന്നതും തീരുമാനിച്ചിട്ടില്ല. സ്വാശ്രയ വിഷയത്തിൽ സർക്കാരിന് ഇനി ഒരു തീരുമാനവും പ്രതിപക്ഷത്തിന് അനുകൂലമായി പ്രഖ്യാപിക്കാനില്ല എന്നതാണ് സമരത്തിൻ്റെ കാര്യത്തിൽ UDF നേതാക്കളെ ആശയക്കുഴപ്പത്തിലാക്കാൻ കാരണം. സമരം ചെയ്യുന്ന MLAമാരെ കണ്ട ശേഷം സമരം ശക്തമാക്കുമെന്ന് പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവിൻ്റെയും കോൺഗ്രസിൻ്റെയും നിലപാടിൽ ലീഗിന് എതിർപ്പുണ്ട്. മറ്റ് ഘടകകക്ഷികളും സമരത്തിൽ മുറുമുറുപ്പ് പ്രകടമാക്കുകയാണ്. സമരം പുറത്തേക്ക് വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നിയോജക മണ്ഡലങ്ങളിൽ UDF ധർണ സംഘടിപ്പിച്ചു. തുടർ സമര പരിപാടികൾ ചർച്ച ചെയ്യാൻ തിങ്കളാഴ്ച UDF യോഗം ചേരും. അതിനുശേഷം നിയമസഭയിൽ കക്ഷി നേതാക്കളുടെ യോഗവും.
എന്നിരുന്നാലും സമരത്തിന് എവിടെ എങ്ങനെ വിരാമമിടുമെന്ന ചോദ്യം മാത്രം ഉത്തരമില്ലാതെ അവശേഷിക്കുകയാണ്. എന്തെങ്കിലും കച്ചിത്തുരുമ്പ് കിട്ടുമെന്ന പ്രതീക്ഷയോടെ UDF മുന്നോട്ടു പോകുന്നു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. കുട്ടനാട് കായലുകളിൽ വിഷം കലക്കി മത്സ്യബന്ധനം. വിദേശ മാർക്കറ്റിൽ ഏറ്റവും പ്രിയങ്കരമായ കോടികൾ വില വരുന്ന ആറ്റുകൊഞ്ചാണ് ഇത്തരത്തിൽ കടത്തുന്നത്. പ്രതികളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിട്ടും നടപടിയില്ലെന്ന് പരാതി. കുട്ടനാടൻ പാടശേഖരങ്ങളിലും വേമ്പനാട്ട് കായലിലും മാരകമായ വിഷം കലക്കിയാണ് വിലയേറിയ ആറ്റുകൊഞ്ച് മോഷ്ടിക്കപ്പെടുന്നത്. രാത്രികാലങ്ങളിൽ പുറത്തുനിന്നെത്തുന്ന ഗുണ്ടാ സംഘങ്ങളാണ് ഇത്തരത്തിൽ മോഷണം നടത്തുന്നത്. 1 കിലോയ്ക്ക് 900 രൂപ വരെ വില വരുന്ന ആറ്റുകൊഞ്ചാണ് വിഷം കലക്കി കടത്തുന്നത്. 1 ലക്ഷം രൂപയുടെ കൊഞ്ച് വരെ ഒരു ദിവസം ഇത്തരത്തിൽ മോഷ്ടിക്കപ്പെടുന്നതായി മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഇത് കുടിവെള്ളം ശരിക്കും പറഞ്ഞാൽ ഇവിടെ പൈപ്പും വേറെ ഒന്നുമില്ല, ഈ വെള്ളം തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്. ആ വെള്ളത്തിനകത്താണ് അവർ കൊണ്ടുവരുന്നത്. മീനും അവർ പിടിച്ചുകൊണ്ട് പോയി വിഷവും കലക്കുക. കണ്ടു ഞാൻ ഓടി വന്നപ്പോൾ ഒരു വടിവാൾ എടുക്കാൻ പറഞ്ഞ് നമ്മൾ ഓടിപ്പോയി. വടിവാളെടുത്ത് വെട്ടി നമ്മൾ ഒറ്റയ്ക്ക് എത്തുള്ളൂ. അതുകൊണ്ടാണ്. വിദേശ വിപണിയിൽ ഏറ്റവും പ്രിയങ്കരം വേമ്പനാട്ട് കായലിലെ ആറ്റുകൊഞ്ചാണ്. 1 കിലോയ്ക്ക് 2000-ലധികം രൂപയ്ക്കാണ് ഇത് വിൽപ്പന നടത്തുന്നത്. ഒരു മാസം 1,20,000 കിലോ ആറ്റുകൊഞ്ചാണ് കുട്ടനാടൻ മേഖലയിൽ നിന്നും മാത്രം കയറ്റുമതി ചെയ്യപ്പെടുന്നത്. കായലിൽ വിഷം കലക്കുന്നതോടെ ഈ ജലം ഉപയോഗിക്കുന്ന കുട്ടനാട്ടിലെ ജനങ്ങളും ആശങ്കയിലാണ്. വിഷം കലക്കിയ ഞങ്ങൾ കൊഞ്ചു ഇവർ പിടിക്കുന്നത് ഞങ്ങൾ ഇവിടെ പോളവാരിയായിരുന്നു. ഞങ്ങളുടെ ദേഹമെല്ലാം ഭയങ്കര ചോർച്ചിലൊക്കെ ആയിരുന്നു. ഈ വെള്ളം തന്നെയാണ് ഞങ്ങൾ കഞ്ഞി കുടിച്ചിട്ട് കുടിക്കുന്നത്. രാത്രികാലങ്ങളിൽ മോഷണം നടത്താനെത്തുന്നവർക്കെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. കോടികൾ വിലമതിക്കുന്ന കായൽ ചെമ്മീനാണ് ഇത്തരത്തിൽ മാരകമായിട്ടുള്ള വിഷം കലക്കി കയറ്റുമതി ചെയ്യുന്നത്. ഇത് തടയാൻ അധികാരികൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ക്യാമറാമാൻ വിഷ്ണുരാജിനൊപ്പം ഷജഹാൻ. ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഫെഡറേഷനുമായി UDF സർക്കാർ ഒപ്പിട്ട കരാർ LDF സർക്കാരിനെ പ്രതിരോധത്തിലാഴ്ത്തിയിരുന്നതായി വിലയിരുത്തൽ. സ്വാശ്രയ മാനേജ്മെന്റുമായി മുൻ സർക്കാർ 2 തരത്തിലെ കരാറിലേർപ്പെട്ടത് അഴിമതി ലക്ഷ്യമിട്ടെന്നും SFI ആരോപിച്ചു. ന്യൂനപക്ഷ പദവി ഉയർത്തിക്കാട്ടിയായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ ക്രൈസ്തവ മാനേജ്മെന്റുമായി 3 വർഷത്തേക്കുള്ള പ്രത്യേക കരാർ ഉണ്ടാക്കിയത്. 2015 ഉമ്മൻചാണ്ടി സർക്കാർ കേരള ക്രിസ്ത്യൻ പ്രൊഫഷണൽ കോളേജ് മാനേജ്മെന്റ് ഫെഡറേഷനുമായി 3 വർഷത്തേക്കുള്ള കരാർ ഒപ്പിട്ടത്. ഫെഡറേഷന് കീഴിലുള്ള 4 കോളേജുകളാണ് ധാരണയിലുള്ളത്. അമല, ജൂബിലി മിഷൻ, മലങ്കര, പുഷ്പഗിരി എന്നീ മെഡിക്കൽ കോളേജുകളാണ് കരാർ പ്രകാരം 4.4 ലക്ഷം എന്ന ഏകീകൃത ഫീസും ഏർപ്പെടുത്തിയത്. ഈ കരാർ LDF സർക്കാരിനെ പ്രതിരോധത്തിലാഴ്ത്തി. UDF സർക്കാർ സ്വാശ്രയ പ്രവേശനത്തിൽ 2 തരത്തിലെ കരാറിലേർപ്പെട്ടത് സാമൂഹ്യനീതിക്ക് തന്നെ എതിരാണെന്നാണ് സർക്കാർ വിലയിരുത്തൽ. മെറിറ്റ് പോലും അട്ടിമറിച്ചുള്ള ഈ കരാർ വലിയ അഴിമതിക്കാണ് വഴിവെച്ചതെന്ന് SFI ആരോപിച്ചു. SFI സംസ്ഥാന സെക്രട്ടറി M. വിജിൻ. ക്രിസ്ത്യൻ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് 3 വർഷത്തേക്ക് ഒരു പ്രത്യേക കരാർ, അത് പ്രകാരം ഈ വർഷം ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വരുന്നു. അവിടെ ഏകീകരിച്ച ഫീസ് വരുന്നു. 4.4 ലക്ഷം രൂപയ്ക്ക് മുഴുവൻ സീറ്റിലേക്കും അവർ പ്രവേശനം നടത്തുന്നു. അവിടെ 25,000 ഫീസിൽ പഠിക്കേണ്ട കുട്ടികൾക്ക് അതിൻ്റെ ആനുകൂല്യം ഇല്ലാതാകുന്നു. ഇത്തരത്തിൽ കരാർ ഒപ്പിട്ട് കൊടുത്തതിൽ അഴിമതിയുണ്ടോ എന്നുൾപ്പെടെ ഏറ്റവും ശക്തമായ അന്വേഷണം ഇപ്പോൾ നടത്തേണ്ടതായി വരികയാണ്. 4 കോളേജുകളിലായി 140 സീറ്റുകളാണുള്ളത്. ഇതിൽ 25,000 രൂപയ്ക്ക് പഠിക്കേണ്ട 20% സീറ്റുകളാണ് UDF സർക്കാരിന്റെ കരാർ കാരണം സർക്കാരിന് നഷ്ടമായത്. കരാറിലൂടെ ന്യൂനപക്ഷ പദവി പ്രത്യേക അവകാശമാക്കുക കൂടിയായിരുന്നു UDF സർക്കാർ. കരാർ 3 വർഷത്തേക്കായതുകൊണ്ട് തന്നെ 2018 വരെ ഇവരെ പുതിയ കരാറിലേക്ക് എത്തിക്കാനും LDF സർക്കാരിന് സാധിക്കില്ല. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും സംസ്ഥാന വോളിബോൾ അസോസിയേഷൻ സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കാതെ സ്പോർട്സ് കൗൺസിൽ. നാലകത്ത് ബഷീറിനെതിരെയാണ് ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന അന്വേഷണ റിപ്പോർട്ടുണ്ടായിട്ടും നടപടിയില്ലാത്തത്. നാലകത്ത് ബഷീർ വൻ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതടക്കം ഒട്ടേറെ കണ്ടെത്തലുകളുള്ള അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അധികൃതർ മുക്കുകയായിരുന്നു. കേരള സ്റ്റേറ്റ് വോളിബോൾ അസോസിയേഷൻ സെക്രട്ടറി നാലകത്ത് ബഷീറിനെതിരെ നിരവധി പരാതികൾ ഉയർന്നപ്പോഴാണ് സ്പോർട്സ് കൗൺസിൽ അന്വേഷണം നടത്തിയത്. അന്താരാഷ്ട്ര വോളിബോൾ താരം ജയസമ്മ മൂത്തേടന്റെയും വിവിധ ക്ലബ് ഭാരവാഹികൾ അടക്കമുള്ളവരുടെയും പരാതികളിലായിരുന്നു അന്വേഷണം. പരാതികളെല്ലാം ശരിവയ്ക്കുന്ന ഗുരുതരമായ കണ്ടെത്തലുകളാണ് അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. പെരിന്തൽമണ്ണയിൽ വെച്ച് നടന്ന ദേശീയ സബ് ജൂനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പിന്റെ സംഘാടനത്തിൽ നാലകത്ത് ബഷീർ ലക്ഷങ്ങളുടെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്നതാണ് പ്രധാന കണ്ടെത്തൽ. മലപ്പുറം ജില്ലാ വോളിബോൾ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ ബഷീർ ക്രമവിരുദ്ധമായി ഇടപെട്ടുവെന്നും സംസ്ഥാന വോളിബോൾ അസോസിയേഷൻ എക്സിക്യൂട്ടീവിൽ നിന്നും ചർച്ച പോലുമില്ലാതെ ജയസമ്മ മൂത്തേടനെ അകാരണമായി ഒഴിവാക്കിയെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു.
സ്ത്രീകളോട് ബഷീർ സദാചാര വിരുദ്ധമായും മോശമായും പെരുമാറുന്നുവെന്ന ജേസമ്മ മൂത്തേടന്റെ മൊഴിയും റിപ്പോർട്ടിൽ ശരിവെക്കുന്നു. അസോസിയേഷൻ സെക്രട്ടറി എന്ന രീതിയിൽ ബഷീർ നടത്തുന്ന സാമ്പത്തിക ക്രയവിക്രയങ്ങൾ സംശയകരമാണെന്നും ഏകാംഗ പ്രവർത്തനമാണ് വോളിബോൾ അസോസിയേഷനിൽ നടക്കുന്നതെന്നും ഇത് ആശ്വാസകരമല്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അന്വേഷണ റിപ്പോർട്ട് അംഗീകരിച്ച സ്പോർട്സ് കൗൺസിൽ റിപ്പോർട്ടിന്മേൽ വോളിബോൾ അസോസിയേഷനോട് 2014 മെയ് 17 വിശദീകരണം ആവശ്യപ്പെട്ടു. എന്നാൽ ഇതുവരെ അസോസിയേഷൻ വിശദീകരണം നൽകിയിട്ടില്ല. പിന്നീട് അധികൃതർ ഈ അന്വേഷണ റിപ്പോർട്ട് മുക്കുകയായിരുന്നു. മുൻമന്ത്രി നാലകത്ത് സൂപ്പിയുടെ സഹോദരനും കോൺഗ്രസ് നേതാവുമായ നാലകത്ത് ബഷീറിന്റെ തന്നെ സമ്മർദ്ദത്തെ തുടർന്നാണിതെന്ന് ആക്ഷേപമുണ്ട്. സ്പോർട്സ് കൗൺസിലിന്റെ പുതിയ ഭരണസമിതി ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. കോടതികളിലെ മാധ്യമ വിലക്ക് ശരിയല്ലെന്ന് AG സുധാകര പ്രസാദ്. കോടതികളിൽ മാധ്യമപ്രവർത്തകരെ പ്രവേശിപ്പിക്കണമെന്നും AG കൊച്ചിയിൽ പറഞ്ഞു. ഇത് സംബന്ധിച്ച് AG നാളെ ചീഫ് ജസ്റ്റിസിനെ കാണും. മാധ്യമപ്രവർത്തകരെ തടയാൻ പാടില്ലെന്ന് ഹൈക്കോടതി തന്നെ വ്യക്തമായിട്ടുണ്ടല്ലോ. പിന്നെ നടപടി ശരിയാണോ എന്നുള്ളത് ക്വസ്റ്റ്യൻ ഉദിക്കുന്നില്ല. തടയാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മാധ്യമപ്രവർത്തകർ ആർക്കും ഹൈക്കോടതിയിൽ വരാൻ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിന് ആരും തടസ്സം നിൽക്കാൻ പാടില്ല. അതേസമയം അഭിഭാഷകരുടേതായ ചില അഭിപ്രായങ്ങളുണ്ട്. അത് ചീഫ് ജസ്റ്റിസുമായി സംസാരിച്ച് പരിഹാരം ഉണ്ടാകും. മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാത്തത് ജുഡീഷ്യറിക്കും എക്സിക്യൂട്ടീവിനും അപമാനകരമെന്ന് മന്ത്രി AK ബാലൻ. രാജ്യത്ത് സങ്കീർണമായ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കപ്പെടുന്നു. പക്ഷേ മാധ്യമ അഭിഭാഷക തർക്കം ഇനിയും പരിഹരിക്കപ്പെടാത്തത് എന്തുകൊണ്ടെന്ന് ജനം അറിയണം. ചീഫ് ജസ്റ്റിസ് ഇടപെട്ടിട്ട് പോലും പ്രശ്നം പരിഹരിക്കപ്പെടാത്തത് നിർഭാഗ്യകരമെന്നും AK ബാലൻ കൊച്ചിയിൽ പ്രതികരിച്ചു. അപ്പോൾ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും മോക്കറിയാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സന്ദേശം. ഇനിയിപ്പോൾ ഗവർണർ കൂടി ഇടപെട്ട് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ജനങ്ങളിലുണ്ടാകുന്ന ജനാധിപത്യ വ്യവസ്ഥയോടും നീതിബോധത്തോടും ജനങ്ങൾക്കുണ്ടാകുന്ന സമീപനം എന്തായിരിക്കും? ഇതങ്ങനെ ഒരു പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നമാണോ? ഇപ്പോൾ രാജ്യത്ത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. ജുഡീഷ്യറി പരിഹരിക്കുന്ന, എക്സിക്യൂട്ടീവ് പരിഹരിക്കുന്ന പ്രശ്നം ഇതെന്തുകൊണ്ട് കഴിയുന്നില്ല? അത് ഈ പൊതുസമൂഹം അറിയണം എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ളത്. ഇത് നിർഭാഗ്യകരമാണ്. വാർത്തകളിലേക്ക്. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത സുഖം പ്രാപിച്ചു വരുന്നതായി AIADMK. ജയലളിത ഉടൻ തന്നെ ആശുപത്രി വിടുമെന്നും AIADMK വക്താവ് CR സരസ്വതി. ജയലളിതയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകാനായി കഴിഞ്ഞ ദിവസം ലണ്ടൻ ബ്രിഡ്ജ് ആശുപത്രിയിലെ ഡോക്ടർ റിച്ചാർഡ് ജോൺ ബെലെ ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. ഇദ്ദേഹം നൽകിയ മരുന്നുകളോട് ജയലളിതയുടെ ശരീരം മികച്ച രീതിയിൽ പ്രതികരിക്കുന്നതായാണ് സൂചന. അതേസമയം അസുഖത്തിന്റെ വിശദവിവരം സംബന്ധിച്ച് ആശുപത്രിയിൽ നിന്നും ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും ഉണ്ടായിട്ടില്ല. കരളിന്റെയും വൃക്കയുടെയും പ്രവർത്തനം തകരാറിലാണെന്നാണ് ഔദ്യോഗിക വിവരം. കഴിഞ്ഞ ദിവസം ജയലളിതയെ സന്ദർശിക്കാനെത്തിയ തമിഴ്നാട് ഗവർണർക്കും അവരെ കാണാൻ കഴിഞ്ഞില്ലെന്നാണ് സൂചന. എന്നാൽ ജയലളിതയുടെ അസുഖം ഭേദമായി വരുന്നുണ്ടെന്നായിരുന്നു ഗവർണറുടെ ഓഫീസ് അറിയിച്ചത്. അതേസമയം ജയലളിത ചികിത്സയിൽ കഴിയുന്ന ചെന്നൈ അപ്പോളോ ഹോസ്പിറ്റലിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി.